നമ്മുടെ മൂഡ് സ്വിങ്സ് ഒരു പരിധിവരെ തടയുന്നു, നമുക്കൊരു ഗുഡ് മൂഡ് നൽകുന്നു. ബ്രെയിൻ ട്രാൻസ്മിറ്റിങ്ങിൽ ന്യൂറോൺ ട്രാൻസ്മിറ്റിങ്ങിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വൈറ്റമിൻ സി. ഹലോ എവരി വൺ, വെൽക്കം ടു യുവർ ഹെൽത്ത് ആൻഡ് വെൽനസ്. ഇറ്റ്സ് മീ ജലാൽ ഫ്രം അൽ സൈത്തൂൻ ഫാർമസി, കൽബ ഫുജേറ. കോവിഡ് സമയത്ത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. ഡോക്ടേഴ്സ് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുള്ളതാണ്, നമ്മളെല്ലാവരും കഴിച്ചിട്ടുള്ളതാണ്. വൈറ്റമിൻ സി അഥവാ അസ്കോർബിക് ആസിഡ് എന്തെല്ലാം ഹെൽപ്പാണ് നമ്മുടെ ശരീരത്തിൽ നൽകുന്നത്, വൈറ്റമിൻ സി ഡെഫിഷ്യൻസി കാരണം എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുന്നത്, എന്തെല്ലാം കഴിച്ചാലാണ് വൈറ്റമിൻ സി കിട്ടുക എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. വൈറ്റമിൻ സി ഒരു വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാത്തൊരു വൈറ്റമിൻ കൂടിയാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. ഫ്രൂട്ട്സ് കഴിക്കുന്നത് കൊണ്ടും ഡയറ്ററി പ്ലാനിൽ വൈറ്റമിൻ സി റിച്ച് ഫുഡുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് കൊണ്ടും നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ സിയുടെ ഇൻടേക്ക് നമുക്ക് കൂട്ടാൻ സാധിക്കും. അതിൽ തന്നെ സിട്രസ് ഫ്രൂട്ടുകൾ, ഓറഞ്ച്, ലെമണ്, കിവി, സ്ട്രോബെറി, നെല്ലിക്ക ഇതെല്ലാം കഴിക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ സി കിട്ടാൻ സാധിക്കും. അതുപോലെ തന്നെ വൈറ്റമിൻ സി എഫ്രവസൻ ഗ്രാന്യൂൾസ്, വൈറ്റമിൻ സി ടാബ്ലറ്റ്സ് ഇതെല്ലാം ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. മിനിമം 75 mg എങ്കിലും നമ്മുടെ ശരീരത്തിൽ ഒരു ദിവസം വൈറ്റമിൻ സി ഇൻടേക്ക് ഉണ്ടായിരിക്കണം, നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്തിരിക്കണം എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അപ്പോൾ വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കാരണം എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. വൈറ്റമിൻ സി ഡെഫിഷ്യൻസി കാരണം സാഗി സ്കിൻസ്, ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അസുഖം വരുന്നൊരു ബുദ്ധിമുട്ട്, അലർജിക് ഇഷ്യൂസ്, മോണയിൽ ബ്ലീഡിങ്, പല്ലുകൾ ആടുക, ഇളകിക്കൊണ്ടിരിക്കുക, പല്ലുകൾ ഇടയ്ക്കിടയ്ക്ക് ഇളകിക്കൊണ്ടിരിക്കുക, സ്കിന്നിൽ വിള്ളൽ, സ്കിന്നിൽ ചുളിവുകൾ, സ്കിന്നിൽ സ്കാറ് വരിക, പിമ്പിൾസ് കൂടുക, ഇങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഡയറ്ററി പ്ലാൻസിൽ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് തീരെ കഴിക്കാത്ത ആൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സപ്ലിമെൻ്റ് ആയിട്ടും വൈറ്റമിൻ സി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എന്തെല്ലാം ഹെൽപ്പാണ് വൈറ്റമിൻ സി കൊണ്ട് നമുക്ക് കിട്ടുന്നത് എന്ന് വെച്ചാൽ, വിറ്റമിൻ സി ഇമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നു, ഫ്രീ റാഡിക്കൽസ് മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ പരിധി വരെ തടയുന്നു, ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു, ഹീലിംഗ് പ്രോപ്പർട്ടീസ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ മുറിവുകൾ കൂടാൻ വേണ്ടി സഹായിക്കുന്നു, നമ്മുടെ മൂഡ് സ്വിങ്സ് ഒരു പരിധിവരെ തടയുന്നു, നമുക്കൊരു ഗുഡ് മൂഡ് നൽകുന്നു. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ ട്രാൻസ്മിറ്റിങ്ങിൽ ന്യൂറോൺ ട്രാൻസ്മിറ്റിങ്ങിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വൈറ്റമിൻ സി. ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ ഫ്രീ റാഡിക്കൽസ് മൂലം ഉണ്ടാകുന്ന സെൽ ഡീജനറേഷൻ, സെല്ല് ബേസ്റ്റ് ആവുന്നത് ഇതെല്ലാം ഒരു പരിധി വരെ തടയുന്നു. സ്കിന്നിൻ്റെ ഗ്ലോയും ബ്യൂട്ടിയും വർദ്ധിക്കാൻ വേണ്ടി സഹായിക്കുന്നു. ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് ആൻറ്റി ഏജിങ്ങും സെൽസിലെ റിങ്കിൾസും സ്കിന്നിൽ വരുന്ന പിമ്പിൾസും എല്ലാം തടയുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് കോസ്മെറ്റിക് രംഗത്ത് ഒരുപാട് പ്രൊഡക്ട്സിൽ വൈറ്റമിൻ സി ഉപയോഗിക്കുന്നുണ്ട്. വൈറ്റമിൻ സി സിറം, വൈറ്റമിൻ സി ഫേസ് വാഷുകൾ, വൈറ്റമിൻ സി ക്രീമുകൾ, അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് ഇന്ന് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ ഫ്രം യുവർ ഹെൽത്ത് ആൻഡ് വെൽനസ്.